കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിന്റെ ദൈവകൃപയുടെ ഒരു വർഷമായിരുന്നു. SSLC പരീക്ഷയിൽ 242 കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയം കൈവരിക്കാനും 62 കുട്ടികൾക്ക് A+ നേടാനും നമ്മൾക്കായി. അതുപോലെ തന്നെ +2 പരീക്ഷയിൽ സയൻസ് വിഭാഗത്തിൽ 100% വിജയവും പരീക്ഷയിലെ 159 കുട്ടികളിൽ 43 പേർക്ക് A+ നേടാനും നമുക്കായി. അദ്ദേഹം തീർച്ചയായും എത്തും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം അഭിമാനത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ പാട്ടൻ ജോസഫ് സാർ ഇവിടെ ആദ്യമായിട്ടുണ്ട്. അദ്ദേഹം തന്റെ നല്ല സമയം മൊത്തം നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. നമ്മുടെ അധികാരികളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്കൂളിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇനി ഹോൾ നിറച്ച് മാതാപിതാക്കളുടെ സന്നിധിയിലായിരിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു. 242 കുട്ടികൾ SSLC പരീക്ഷ എഴുതി 62 ഫുൾ A+ഉം 15 9A+ഉം നേടി 100% വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. ക്രിസ്തുമസ് ആഘോഷം സ്കൂൾ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മരിയൻ സംസ്ഥാന ദേശീയ തലങ്ങളിൽ കലാകായിക രംഗത്ത് സ്കൂൾ മാനേജർ, മദർ സുപ്പീരിയർ, PTA പ്രസിഡന്റ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇന്നത്തെ മുഖ്യ പ്രഭാഷകനും പാല സെന്റ് തോമസ് ടീച്ചർ എഡ്യൂക്കേഷൻ വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ TC തങ്കച്ചൻ സാർ എന്നിവരോടും മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള സംഘടനയുടെ നന്ദി അറിയിക്കുന്നു. അസാന്നിധ്യത്തിൽ പോലും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജീസസിനെ അഭിസംബോധന ചെയ്യാതെ മുമ്പോട്ട് പോകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാട്രിക് ജോസഫ് സാറെ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷകർത്താക്കളെ, കുട്ടികൾ, സാധാരണഗതിയിൽ ഏതൊരു PTA-യുടെയും ജനറൽ ബോഡിയുടെ ഭാഗമായി ഒരു കലാപരിപാടിയായി ഒരു ക്ലാസ് എടുക്കാറുണ്ട്. വർഷങ്ങളായി നമ്മൾ ക്ലാസ്സിൽ കൂടുകയും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ അടുത്ത വർഷവും ക്ലാസ്സിൽ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് സ്വാഭാവികമായി നടക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വേദിയിൽ ഇതേ മാതാപിതാക്കളോട് തന്നെ പലതവണ സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 4 തവണ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞ വിഷയം, ഒന്ന്, കുട്ടികളെ എങ്ങനെ മാതൃകാപരമായി നമുക്ക് നയിക്കാം, അവരെ എങ്ങനെ പഠിപ്പിക്കാം, കൂടാതെ സ്കൂളുമായി എങ്ങനെ യോജിച്ചു പോകണം, പ്രവർത്തിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുവായ കാര്യങ്ങളാണ്, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ. ഇന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇത് മറ്റൊരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ 10 തരത്തിലുള്ളവരാണ്. 10 തരം കുട്ടികളുണ്ട്. ഈ 10 തരം കുട്ടികളെയും നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ദൗത്യം. 3 മണി വരെയാണ് ഇതിന് അവതരിക്കുന്ന സമയം. ആരും മാറ്റാൻ നോക്കേണ്ടതില്ല, കൃത്യം 3 മണിക്ക്. ചില ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഈ ക്ലാസ്സും പ്രസംഗമൊക്കെ കണ്ടവരെ കണ്ടുപിടിച്ചവരെ വെടിവെച്ച് കൊല്ലണം എന്ന അർത്ഥത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് 45 മിനിറ്റ് സംസാരിക്കുന്നത്. ആമുഖമായി 2 ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാണ്. വളരെ അനുഗ്രഹം ലഭിച്ച ഒരു തലമുറയാണ് നമ്മളെല്ലാവരും ഒരു 55-നും ഒരു 35-30-നും ഒക്കെ ഇടയിൽ പ്രായമുള്ളത്. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ത് എന്ന് ചോദിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗന്ദര്യവും അനുഭവിച്ചതാണ്. നമുക്ക് പഴമയുടെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്, പുതുമയുടെ സൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നു. പഴമയുടെ സൗഹൃദങ്ങൾ, പഴയകാലത്തെ ചിന്തകൾ, പഴയകാലത്തെ കഷ്ടപ്പാടുകൾ ഒക്കെ സൗന്ദര്യമായി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒപ്പം പുതിയ സാങ്കേതികവിദ്യ, പുതിയ ലോകം, പുതിയ കാഴ്ചപ്പാട്, ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റിയ ഒരു തലമുറയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന തലമുറയ്ക്ക് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന പഴയ തലമുറയ്ക്ക് പുതുമയുടെ സൗകര്യങ്ങൾ അനുഭവിക്കാനും പറ്റിയിട്ടില്ല. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ നമ്മളാണ് ഏറ്റവും ഭാഗ്യം എന്ന അനുഗ്രഹം ലഭിച്ച ആളുകൾ. പക്ഷെ നമ്മളിൽ പല ആളുകളുടെയും ചിന്തയും രീതിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതുപോലൊരു നശിച്ച കാലമില്ല എന്നാണ് ആളുകൾ പറയുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ അത് തെറ്റാണ്. നമ്മൾ ഈ പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും ഒക്കെ അനുഭവിച്ചവരാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലഘട്ടം മുതൽ ഒരു പരിധി വരെ ഈ കാലഘട്ടം വരെയുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ സമ്പാദിച്ച് സൂക്ഷിച്ചു വെക്കുന്നവരാണ്. ഉറുമ്പ് ചെറിയ കാര്യങ്ങൾ കൂട്ടിവെക്കുന്നത് പോലെ അവസാനം കാക്ക ഒരു കൊത്തിന് ഈ ഉറുമ്പ് കൂട്ടിയതെല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ, നമ്മുടെ ജീവിതവും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം പോലെ ആസ്വദിക്കാനുള്ളതാണ്. ഈ ഒരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകും. ഞാനിനി എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസമാണ്. എത്ര A+ കിട്ടിയ ഒരു സ്കൂളിലും, ഹയർ സെക്കൻഡറിയിൽ എത്ര A+, ഹൈസ്കൂളുകളിൽ എത്ര A+, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും വിദ്യാഭ്യാസം വിലയിരുത്തുന്നത്, സ്കൂളിന്റെ നിലവാരത്തെ വിലയിരുത്തുന്നത്. പൂർണ്ണമായും ശരിയല്ല. എന്നിരുന്നാലും മാർക്കിൽ നിന്ന് മര്യാദകൾ ആർജിച്ചതിന്റെ ഖനമാണ് വിദ്യാഭ്യാസം. മാർക്കിൽ നിന്ന് മര്യാദകൾ ആർജിച്ചതിന്റെ ഖനമാണ് വിദ്യാഭ്യാസം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ചില കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച്. ചില കുട്ടികൾ 1-2 വിഷയങ്ങളിൽ A+ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് അവർ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയവരെക്കാൾ പിന്നിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു.
മറ്റു ചില പ്രത്യേകതകളുണ്ട്, മറ്റു ചില യോഗ്യതകളുണ്ട്, മറ്റു ചില ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളെ, പുതിയ തലമുറ കുഞ്ഞുങ്ങളെ ഒന്ന് പൂർണ്ണമായി വിശകലനം ചെയ്യണം. അവർ ഏത് ടൈപ്പാണ്. ഞാൻ ആലോചിക്കുമ്പോൾ 10 തരത്തിലുള്ള കുട്ടികളുണ്ട്. 10 തരത്തിലുള്ള കുട്ടികൾ. ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ തലവും നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാനും നിങ്ങളൊക്കെ ആലോചിക്കണം. നമ്മളെ കുറിച്ച് ഇതിലേത് വരുന്നു. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഈ കുട്ടിക്ക് എന്ത് പരിശീലനവും എന്ത് കാര്യവുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്നാമത്തെ വിഭാഗം കുട്ടികൾ നമ്മുടെയൊക്കെ സ്കൂളിൽ, പ്രത്യേകിച്ച് പാലാ പോലെയുള്ള സ്ഥലത്ത് ഒരു 20% താഴെ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഗിഫ്റ്റഡ് ആയിട്ടുള്ളത്, പ്രത്യേക ശേഷിയുള്ളവർ. ഒരു പരിധി വരെ പറഞ്ഞാൽ, അത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒരു 125 അല്ലെങ്കിൽ 130 മുകളിൽ IQ ഉള്ള കുട്ടികൾ നമ്മുടെ തലമുറയിലുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ബുദ്ധിശക്തി എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ക്ലാസ്സിൽ അധ്യാപകർക്കറിയാം, ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കൃത്യമായി അവർ കുറിച്ച് നോക്കും, പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് എഴുതും. പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും അവർ പഠിക്കും. ചിലപ്പോൾ അവർ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചാൽ അവർക്ക് മതി. അങ്ങനെയുള്ള വളരെ കുറച്ച് കുട്ടികളുണ്ട്. പക്ഷെ അവരുടെ വൈകാരിക ശേഷികളിൽ പ്രത്യേകതയുള്ളവരാണ്. അപ്പന അമ്മ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ഇമോഷണലി പെട്ടെന്ന് ഡിസ്റ്റർബ് ആകും. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ കുറച്ച് ആ ലെവലിലുള്ളതാണോ? ഒരു തവണ വായിച്ചാൽ കാര്യം മനസ്സിലാവുമോ? സ്കൂളിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാൽ കൃത്യമായി ചെയ്യുമോ? പരീക്ഷയുടെ കാര്യത്തെക്കുറിച്ച് പ്രത്യേക ഗൗരവമുണ്ടോ? വായിച്ച കാര്യം പെട്ടെന്ന് തന്നെ പരീക്ഷയിൽ ഓർമ്മിച്ചെഴുതാനുള്ള ശേഷിയുണ്ടോ? നല്ല ബൗദ്ധിക ശേഷിയുണ്ടോ? കണക്കുകൂട്ടലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യതയുണ്ടോ? കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള ശേഷിയുണ്ടോ? പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പെട്ടെന്ന് ഒരു പ്രശ്നം കൊടുത്താൽ അത് പരിഹരിച്ചു തരുമോ? അവർ ഗിഫ്റ്റഡ് ആണ്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കണം. അവർക്ക് കൂടുതൽ സാധ്യതകൾ കൊടുക്കണം. ഗിഫ്റ്റ് ബുദ്ധിയുടെ കാര്യത്തിൽ മാത്രമല്ല. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപ്, 1.5 മുൻപ്, ജൂൺ 19 വായനാ ദിനമായി. കേരള സംസ്ഥാനം ആദരിച്ചത് വലിയ എഴുത്തുകാരിയൊന്നുമല്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെയാണ്. വരദാനാണ്, AP വരദാനാണ് കൊച്ചിന്റെ പേര്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 500 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു. ആ കൊച്ചിന്റെ പുസ്തക പ്രകാശനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ വായനാ ദിനത്തിൽ വലിയ ഒരു ചുവടുവയ്പ് സംസ്ഥാന സർക്കാർ നടത്തിയത്. ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മണിക്കാര്യങ്ങൾ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ആ കൊച്ചു ഗിഫ്റ്റഡ് ആണ്, എഴുത്തിന്റെ കാര്യത്തിൽ ഗിഫ്റ്റഡ് ആണ്. അപ്പൊ അത്തരം കുട്ടികൾ എഴുത്ത് മാത്രമല്ല, പരീക്ഷ മാത്രമല്ല, ഓർമ്മ മാത്രമല്ല, വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതാണ് മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ചില മാതാപിതാക്കൾക്കൊക്കെ പറ്റുന്ന ഒരു തെറ്റാണ്, മറ്റുള്ള കുട്ടികളെ പോലെ ഇവർ എപ്പോഴും ഇരുന്ന് പഠിക്കുന്നില്ല. പരീക്ഷയുടെ തലേദിവസം വരെ കളിച്ച് നടന്നിട്ട് പോയി പരീക്ഷ എഴുതി, എന്തിന് മാർക്ക് കിട്ടി? ഒറ്റ കണ്ടീഷനിലുള്ള ഒരു കാരണമുള്ളൂ, അവരാൽ തന്നെ ഗിഫ്റ്റഡ് ആണ്. അതാണ് ഒന്നാമത്തെ കാറ്റഗറി കുട്ടികൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ കാറ്റഗറി കുട്ടികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. അറ്റൻഷൻ ഡെഫിഷ്യൻസി ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി. പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവില്ല. ഇവിടെ ഇരുന്നൊരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവർ എണീറ്റ് പോകും. ഹൈപ്പർ ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ശേഷി പ്രവർത്തനങ്ങളിൽ നിരീക്ഷിക്കുന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. അത് ബുദ്ധിയില്ലാത്തവരല്ല, ബുദ്ധിയോട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത്തരം കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കുട്ടികൾ ഒരു പ്രശ്നമാക്കിയിരിക്കുന്നത് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. മെരിപ്പാണ്, ഇരിക്കുകയാണ്. അവരെ നമ്മൾ ഇരുത്താൻ നോക്കിയാൽ കൊണ്ട് നടക്കുകയില്ല, നമ്മൾ പരാജയപ്പെടും. അവർക്ക് വേണ്ടി ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് പ്രവർത്തനങ്ങൾ തുടർച്ചയായി കൊടുക്കണം. പ്രവർത്തനങ്ങൾ കൊടുക്കണമെന്നല്ല, തുടർച്ചയായി പ്രവർത്തനങ്ങൾ കൊടുക്കണം. സ്കൂളിലെ പ്രവർത്തനങ്ങൾ അധ്യാപകർ കൃത്യമായി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ വീട്ടിലെ ജോലികൾ കൊടുക്കണം. മുറ്റത്തെ പുലി വർദ്ധിക്കണം, പാത്രം കഴിച്ച് വെക്കണം, വസ്ത്രം അലക്കാൻ പറയണം,
അതിനുശേഷം അവർ പഠിച്ചാലേ ശരിയാവും. അതായത് അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളെ നമ്മൾ ഈ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയല്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. പൊതുവായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന പൊതുവായ കാര്യങ്ങൾ നമ്മുടെ കൊച്ചിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ലായിരിക്കാം. അതുകൊണ്ട് ഓരോ വിഭാഗത്തെക്കുറിച്ചും മൂന്നാമത്തെ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ക്രിയേറ്റീവ് ചിൽഡ്രൻ എന്ന് പറയും. ക്രിയേറ്റിവിറ്റി, സർഗ്ഗശേഷികളുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ പാട്ട് പാടിയ ഗൗരി ക്രിയേറ്റീവാണ്. പാട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം. എങ്ങനെയാണ് ക്രിയേറ്റീവ് കുട്ടികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മാർക്ക് മാത്രമല്ല കഴിവുകൾ വ്യത്യസ്തമാണ് കുട്ടികളുടെ. ഈ കുട്ടികളെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കൊല്ലക്കരയിലാണ് പഠിക്കുന്നതെന്ന് അറിയില്ല, 9 വയസ്സായിരിക്കും. എത്രയാണ് ഗൗരി? 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗൗരിക്ക് വേണമെങ്കിൽ സൗകര്യവും സമയമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ അനുവദിക്കുകയാണെങ്കിൽ ഈ 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും പിള്ളേരെയൊക്കെ പോയി പാട്ട് പഠിപ്പിക്കുക. അതിന് കാരണം എന്താണെന്ന് പറയാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിൽ തെറ്റില്ല, കുറവുകളുമില്ല. കാരണം നമ്മൾ ഒരു തലമുറക്കാരാണ്. ഒരു തലമുറക്കാർക്ക് ആശയങ്ങൾ സംവേദനം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്ന 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികളോട് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞവർ സംസാരിക്കുന്നതാണ്. ഒരേ തലമുറയിൽപ്പെട്ട ആളുകളാണ് ആശയങ്ങൾ സംവേദനം ചെയ്യാൻ പ്രത്യേക കഴിവുള്ള ആൾക്കാർ. അപ്പോൾ ഈ കൊച്ചുകുട്ടികളെ പരിശീലിപ്പിക്കാൻ ഈ പിള്ളേർക്ക് പറ്റും. അവർ ക്രിയേറ്റീവാണ്. നല്ലവണ്ണം പടം വരയ്ക്കുന്ന പിള്ളേരെ കാണും. നല്ലവണ്ണം എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ്, എനിക്കൊന്നും ഈ ഹാലോഗ്രാഫിക് ട്രെയിനിങ് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം. അവരുടെ എനർജി നമുക്ക് ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യാം. അധ്യാപകരിൽ നിന്ന് ഒരുപാട് രീതിയിൽ കുറച്ച് സമയം, 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ സമയം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഫ്രീ ടൈമിലോ ഒക്കെ കുട്ടികളെ കൈയക്ഷരം നന്നാക്കാം. വളരെ മനോഹരമായി എഴുതുന്ന കുട്ടികളെ തയ്യാറാക്കി കൊടുക്കണം. ഈ ക്രിയേറ്റീവ് കുട്ടികളുടെ കാര്യമുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ചാനലൈസ് ചെയ്യണം വളരെ മനോഹരമായിട്ട്. ഞാൻ ഈ പല പിള്ളേരുടെയും ഈ സ്കൂളിലെ പിള്ളേരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന റീൽസ് ഒക്കെ കാണാറുണ്ട്. എത്ര മനോഹരമാണ്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഒരു ക്രിയേറ്റീവാണ്. ചെറിയ ആശയം എടുത്തിട്ട് അതിനെ ഒഴിവാക്കുന്നത് നമുക്ക് അത്രയും ഇല്ല. അപ്പോൾ ഈ സർഗ്ഗശേഷികൾ എന്ന് പറയുന്നത് പ്രത്യേകമായ കഴിവുകളാണ്. ആ കഴിവുകളുള്ള കുട്ടികൾക്ക് മാക്സിമം അവസരം കൊടുക്കണം. അവസരം കൊടുക്കണമെന്ന് മാത്രമല്ല, അവരെ പരാമർശിക്കണം. ഞാൻ ഈ ഗൗരിയെ പരാമർശിച്ചത് ബോധപൂർവമാണ്. ഭൗതിക ശേഷികൾ വളരെ കുറഞ്ഞ കുട്ടികൾ 1-2 ഒക്കെ വളരെ ചുരുക്കം മാത്രമേ കാണൂ. അത്തരം കുട്ടികൾക്ക് അധികം ലോഡ് കൊടുക്കരുത്. അവർ പഠിച്ചു വരാൻ സമയമെടുക്കുന്നു. ഭൗതിക ശേഷികളിൽ അല്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്തു തീർക്കണം പറയരുത്. അവർക്ക് ഫ്രീഡം കൊടുക്കണം. നമ്മുടെ ഉദ്ദേശം അവർ മിനിമം ലെവലിലെങ്കിലും വളരണമെന്നതാണ്. അല്ലാതെ അവർ പഠനം നിർത്തണമെന്നല്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭൗതിക ശേഷികൾ വളരെ കുറഞ്ഞ കുട്ടികളുണ്ട്. 5ാമത്തെ വിഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ കിട്ടണമെന്ന്, ഒരു 60% മാർക്ക് കിട്ടണമെന്നൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഒരു 30-25% നിന്ന് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് പെർഫോമൻസ് കുറവാണ്. പല കാരണങ്ങളുണ്ട്. ഓർമ്മയുടെ കാര്യത്തിൽ കുറവുകൾ കാണും, ഭാഷയുടെ കാര്യത്തിൽ കുറവുകൾ കാണും. ചോദ്യം വായിച്ചാൽ ഇതായിരുന്നു അതിന്റെ ഉത്തരം എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവ് കാണും. അത്തരം കുട്ടികളുണ്ട് നമുക്ക്. അവരാണ് സ്വാഭാവികമായും ഈ അണ്ടർ അച്ചീവർ ആകാൻ സാധ്യത. അത്തരം കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് കൊടുക്കുന്നത് നിർത്തിയിട്ട് ഒരു അരമണിക്കൂറും 1 മണിക്കൂറും അവർ പഠിക്കുകയും അതിനുശേഷം ഈ പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ, ഓർമ്മിക്കാനുള്ള പരിശീലനം കൊടുക്കണം. ഈ 6ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലേണിംഗ് ഡിസേബിൾഡ് എന്ന് പറയും. ഡിസബിലിറ്റി, പഠന വൈകല്യം. പഠിക്കുക അല്ലാത്തതെന്നല്ല, ഭാഷയുടെ കാര്യത്തിൽ, കണക്കിന്റെ കാര്യത്തിൽ, പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വിഷയമായിരിക്കും പഠന വൈകല്യം എന്ന് പറയുന്നത്. ഭാഷാപരമായ വൈകല്യമുണ്ട്. ചില അക്ഷരങ്ങൾ എഴുതാൻ ഒരിക്കലും പറ്റുന്നില്ല. അത് സാധാരണഗതിയിൽ ഒരു 7ാം ക്ലാസ് മുതൽ താഴേക്കുള്ള കുട്ടികൾക്കാണ് പഠന വൈകല്യം കണ്ടെത്താനും അത് പരിഹരിക്കാനും എളുപ്പം. വിദ്യാഭ്യാസം മാത്രമല്ല, സമാന്തര ലോകവുമുണ്ട്.
അതായത് സ്കൂളിൽ പോകുന്നതും വരുന്നതും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. സ്കൂളിൽ പഠിപ്പിച്ചതും എഴുതി കൊടുത്തതും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു സമാന്തര പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ കുട്ടികൾ വീട്ടിൽ വന്നിരുന്ന് എഴുതാൻ എത്ര അമ്മമാര് ലോകമഹായുദ്ധം നടക്കുന്നുണ്ട്. അപ്പന്മാരധികം ഇടപെടുന്നില്ലെന്ന് ഒരു വളരെ ശാന്തമായ ചായ മുറ്റത്തിറങ്ങരുത്. ഇതെല്ലാം ഉണ്ടാകണം. പ്ലസ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം, അതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം. ഇതെല്ലാം വേണം പിള്ളേർക്ക്. കാരണം നമ്മുടെ ഉദ്ദേശം ശേഷികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അറിവ് വർദ്ധിക്കുന്നത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിനാണ് മുൻഗണനയെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നും വിചാരിക്കണം. ഇനി അടുത്തത് നമ്മുടെ സ്കൂളുകളിലൊന്നും അധികമില്ല, എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ വൈകല്യങ്ങളുള്ള ആളുകൾ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന കാറ്റഗറി, ദിവ്യാംഗൻ എന്ന് പറയും, അത്രയും കാറ്റഗറി കുട്ടികളുണ്ട്. അവർ ഒരു കാരണവശാലും വിദ്യാഭ്യാസത്തിൽ പുറകിലല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 25ാമത്തെ വർഷമാണ്. 25 വർഷത്തിനുള്ളിൽ ഞാൻ 18 വിദ്യാർത്ഥികൾ, കണ്ണിന് കാഴ്ചശക്തി കുറവുള്ള ഇല്ലാത്തതുമായ 18 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ മികച്ച ക്ലാസ്സുകൾ അവർക്കുണ്ട്. ആ യാഥാർത്ഥ്യവും മനസ്സിലാക്കണം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ 2 തരത്തിലുള്ള പഠനത്തെ സ്വാംശീകരിക്കുന്നത്. അങ്ങനെ കേട്ട് കണ്ട് പഠിക്കുന്ന കുട്ടികളോട് പോയിന്റുകൾ കുറിച്ചു വെക്കാൻ പറയണം. അതിന്റെ സാങ്കേതിക വശം എന്താണെന്ന് പറയാം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം കണ്ട് കേട്ട് പോവുകയാണ്. നമ്മുടെ തലച്ചോറിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇത് ലോങ് ടൈം, കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മാറുന്നു. എഴുതുന്ന ഒരു പ്രവൃത്തി ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് ലോങ് ടൈമിൽ കിടക്കുന്ന കാര്യത്തെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണമെന്ന് ഈ 10 തരത്തിലുള്ള വിദ്യാർത്ഥികളെ കുറിച്ച് ഞാൻ ഇന്നലെ വീട്ടിൽ നിന്നും ആലോചിച്ച് വൈകുന്നേരം എല്ലാം കുറിച്ചു വെച്ചു. ഇനി 8ാമത്തെ തരം 9ാമത്തെ തരം വിദ്യാർത്ഥികൾ ആരെന്ന് ചോദിച്ചാൽ ഡെലിക്വൻസ് എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് ചുമതല ബോധമൊന്നുമില്ല, ശരി കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യും. പലതരത്തിലുണ്ട് ഈ കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ. അനുസരണയില്ലായ്മയുണ്ട്, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയുണ്ട്. അത് ബൈ നേച്ചർ ഉള്ളതാണ്. അതിനെ നാം അംഗീകരിക്കണം. ആ കുട്ടികളെ വിളിച്ച് ചില പിള്ളേർ പേന എടുത്തുകൊണ്ട് പോകും, ചില പിള്ളേർ പെൻസിൽ എടുത്തുകൊണ്ട് പോകും. അപ്പൊ നമ്മളത് വലിയ ഭീകരമായ ഞാനൊരിക്കൽ ഓർക്കുന്നുണ്ട്. ഞാൻ കണ്ണാടിക്കുളം സ്കൂളിലാണ് പഠിച്ചത്. കണ്ണാടിക്കുളം എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. ഞങ്ങളുടെ വലിയ സർവകലാശാലയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അനുഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്ന അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു പോലീസുകാരനാണ് ഏറ്റവും ഒന്നാമത് കുഞ്ഞാണ്. പോലീസുകാരുടെ ഡിസിപ്ലിനുള്ള ആൾക്കാരാണ് ധാരാളം പോലീസുകാരെ നടത്തുന്നത്. അപ്പോൾ ഈ കണ്ണാടിക്കുളം സ്കൂളിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പിള്ളേരുണ്ടാകും. അയൽവക്കത്തെ പറഞ്ഞു പോയി താമസം വയ്ക്കും, വേറെ വയ്ക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ സ്ഥിരമായി പിടിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ ഒരാളും ജീവിക്കുന്നുണ്ട്. അത് ഞാൻ പേരൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരാളുണ്ട്. ആ ആളിന്റെ ചെറിയ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നതിനെ വലിയ ഭീകരമാക്കേണ്ടതില്ല. ഒരു നുണ പറഞ്ഞു വിചാരിക്കുകയാണ്. സത്യം ഇതല്ലേ അല്ലേ? ഞാൻ ചിലപ്പോൾ ഈ കോളേജിലെ കുട്ടികൾക്ക് അസൈൻമെന്റുകളൊക്കെ എഴുതാൻ വേണ്ടി എഴുതി കൊടുക്കും. ഇപ്പോൾ ജൂലൈ 1 അല്ലെങ്കിൽ ജൂൺ 1 എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ജൂൺ 1 പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 31 രാത്രി വിളിക്കും, എഴുതി തീർന്നില്ല സാറേ. അപ്പം ഞാൻ പറയും സാരമില്ല, ഉള്ളതൊക്കെ വെച്ചേ. അതായത് പറയും പകുതിയായിട്ട് പറയും, പകുതിയാണ്. ഞാൻ പറയും പകുതി ഉണ്ടല്ലോ, അപ്പോൾ പകുതി വായിച്ചാൽ നമുക്ക് അറിയില്ല ഒന്നും നമുക്ക് മനസ്സിലാവും. ഞാൻ പറയും പകുതി മതി കൊണ്ട് വെച്ചേ. അന്നേരം പറയും സാറേ അത് ഒരു പാരഗ്രാഫ് എഴുതി. ഞാൻ പറയും മതി, ആ ഡേറ്റിൽ ഒരു പാരഗ്രാഫ് എഴുതിക്കൊണ്ട് വെച്ചേ. അപ്പോൾ അവസാനം പറയും എഴുതി തുടങ്ങിയില്ല അല്ലേ? അവരെ നമ്മൾ പൊതുവേദി പറയേണ്ടതില്ല, അവരെ പേഴ്സണലായിട്ട് ചോദിക്കണം. ഈ ഡെലിക്വൻസ് അവസാനത്തേത് സോഷ്യലി ബാക്ക്വേർഡ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാം. അത്തരം കുട്ടികൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായി സാമൂഹികമായി മെച്ചപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്.
നമുക്ക് പാലായിൽ തന്നെ ഒരു വലിയ വിദ്യാഭ്യാസ ചരിത്രമുണ്ട്. നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. ഇവിടെ ഈ സ്കൂളൊക്കെ സ്ഥാപിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. പാലായിലെ സെന്റ് തോമസ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്. 1796 ആണ്. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി ആ സ്കൂള്. 3 നില ബിൽഡിംഗ് ആണ്. 1947 തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് ഓടിട്ട് 2 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടകളൊക്കെ 2 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ പാലായിൽ 6 ഓടിട്ട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം 3 നില. ഈ ബ്രില്യന്റിനടുത്താണ് താമസം. അവിടെ ഞാനിപ്പോൾ പാലാന്ന് പറയാറില്ല, ബ്രില്യന്റിന്റെ അടുത്താണ് പറയുന്നത്. ബ്രില്യന്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ദൂരമുണ്ട്. എന്നാൽ അത് പറഞ്ഞാൽ ആൾക്കാർ വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക മുഖം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പാലായിലെ സ്കൂളുകളുടെ പേര് പറയുമ്പോൾ ആദ്യത്തെ ഒരു 3 സ്കൂളുകളുടെ പേരിൽ പാലാ സെന്റ് മേരീസ് ഇല്ലേ? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ നമുക്കൊരു സ്ഥാനത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാതാപിതാക്കൾ വളർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വിദ്യാലയം വളരുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, എന്താ പറയുക, എണ്ണം കുറയുന്നു. എണ്ണത്തിലല്ല കാര്യം. പലപ്പോഴും ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്മാരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് പറയും, സിസ്റ്റർ അടക്കമുള്ള ആൾക്കാരുടെ ടെൻഷൻ എന്താണെന്ന്. അപ്പോൾ പിന്നോക്കാവസ്ഥയല്ല നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ തുല്യതയെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടാണ് നമുക്കിനി ഉണ്ടാകുന്നത്. തുല്യതയെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് പുതിയ തലമുറ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ 10 തരത്തിലുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. കൃത്യം 3 മണിയായി ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്തു. ഇന്നത്തെ നമ്മുടെ PTA ജനറൽ ബോഡി ഏറെ മനോഹരമാക്കാൻ ഏറെ സഹകരിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മത്സരങ്ങളുടെയും സാങ്കേതിക വികസനത്തിൻ്റെയും ഒക്കെ കുതിച്ചുപായനിടയിൽ ഈ കാലഘട്ടത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി കൂടുതൽ മനോഹരമാക്കുവാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ച നിങ്ങളുടെ വലിയ ഔദാര്യത്തെ, സ്നേഹത്തെ നമുക്കറിയാം. കോട്ടയം ജില്ലയിൽ 3 ദിവസമായിട്ട് ക്ലാസ്സുകൾ നടന്നില്ല. ഇന്നത്തെ ദിവസം ജനറൽ ബോഡി നമ്മൾ പ്ലാൻ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് മെസ്സേജ് ചോദിച്ചു, സാറ് എന്ത് ചെയ്യണം? അപ്പോൾ സാറ് എനിക്കൊരു മെസ്സേജ് തന്നു, പ്രോബ്ലമൊന്നുമില്ലല്ലോ, ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ നിറഞ്ഞ സദസ്സിനെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് വളരെ നന്ദി തോന്നുന്നു. ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് വളരെ മനോഹരമാക്കി തീർക്കുവാൻ നിങ്ങളാണ് ഏറെ സഹകരിച്ചത്. നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗവും സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാലായിലെ വൈസ് പ്രിൻസിപ്പലുമായ ബഹുമാനപ്പെട്ട PC സംഗതി സാറ് വളരെ സരസമായിട്ട് ലളിതമായിട്ട് നമുക്ക് ഈ 3 മണിക്കൂർ ക്ലാസ് കൈകാര്യം ചെയ്തു. ഇവിടെ നിന്ന് വീക്ഷിക്കുമ്പോൾ നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ്സിൽ കേട്ടിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. 10 തരം കുട്ടികളെ നമ്മളുടെ കുട്ടികൾ ഏത് തരത്തിൽപ്പെടുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കണമെന്നും തുല്യതയുള്ളവരായി കാണുമെന്നും ചെറിയ പ്രശ്നങ്ങൾ ചെറുതായി തന്നെ കണ്ട് കുട്ടികളുടെ വളർച്ചയിൽ, സ്വഭാവത്തിൽ അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് ഈ നിമിഷങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ സാർ നമുക്കായി സംസാരിച്ചു. സാറ് 4 പ്രാവശ്യങ്ങളുടെ ജനറൽ ബോഡിയിൽ നിരന്തോടെ കൃതജ്ഞത അർപ്പിക്കുകയാണ്. നമ്മുടെ PTA എക്സിക്യൂട്ടീവിൽ കഴിഞ്ഞ 3 വർഷക്കാലം PTA പ്രസിഡന്റായിട്ട് വളരെ സുദീർഘമായ രീതിയിൽ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട പാട്രിക് സാറിനെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും വരാൻ സന്നദ്ധതയുള്ള, അതുപോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പറയുവാനുള്ള സാറിൻ്റെ കഴിവിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സാറിനെ പ്രത്യേകം നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന് റിപ്പോർട്ട് അവതരിപ്പിച്ച അതുകൊണ്ട് സ്നാക്സ് ഈ കളി
പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. എഴുതുന്ന സമയത്ത് ബസ്സിന് പോകുന്ന കുട്ടികളൊക്കെ പോയിട്ട് ബസ് നിങ്ങളുടെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഉപകാരമാണ്. ഒരു കുട്ടിയെ കൊണ്ടുവരാൻ പറ്റുന്ന വാഹനങ്ങളാണെങ്കിൽ ഏറെന്ന് പറയുന്നില്ല, പക്ഷേ ഇച്ചിരി സഹകരിച്ച് ഒന്ന് കയറ്റുകയാണെങ്കിൽ